അങ്ങനെ മോസ്റ്റ് അവൈറ്റഡ് ആയിരുന്ന iOS 16 ലോഞ്ച് ചെയ്തു. ഒട്ടുമുക്കാൽ ആൾക്കാരും അവരുടെ ഡിവൈസുകളിൽ iOS 16 ഇൻസ്റ്റാളും ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ iOS 16 ഏതാനും ചില ഫീച്ചേഴ്സുകളെ ബേസ് ചെയ്ത് വീഡിയോ ഇടുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യാത്ത ഹിഡൻ ട്രിക്കുകളും ഫീച്ചേഴ്സുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇതിലെ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വൈഫൈ പാസ്വേഡ് ഇനി മുതൽ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പം അറിയത്തില്ലാത്തൊരു സ്ഥലത്ത് പോയി അവിടുത്തെ ഒരു വൈഫൈ നമ്മൾ കണക്ട് ചെയ്തു. വൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ iOS 16 ഈ ഒരു പുതിയ ഫീച്ചർ അനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു വൈഫൈ ആ വൈഫൈയുടെ സൈഡിലുള്ള ആ ഒരു ഐക്കണിൽ ഇതിപ്പം കറൻ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള വൈഫൈയിൽ മാത്രമല്ല, നിങ്ങൾ പ്രീവിയസ്ലി കണക്ട് ചെയ്തേക്കുന്ന പഴയ വൈഫൈകളുടെ ലിസ്റ്റുകളും നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. അതിൻ്റെ ഐക്കണിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണാം ഓട്ടോ ജോയിൻ്റെ തൊട്ട് താഴെയായിട്ട് പാസ്വേഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ID റെക്കഗ്നൈസ് ചെയ്യും. അതിൻ്റെ പാസ്വേഡ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് കൺട്രോൾ നിയർ ബൈ ഡിവൈസസ്. അതായത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആപ്പിൾ പ്രോഡക്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് 2 ഐഫോൺസ്, അത് രണ്ടും iOS 16 റൺ ചെയ്യുന്നതെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഫോൺ, ഐപാഡ്, നിങ്ങൾക്ക് ഇനി മുതൽ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് അവിടെ താഴത്തേക്ക് പോകും നമുക്ക് ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാം. ആക്സസിബിലിറ്റിയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫിസിക്കൽ ആൻഡ് മോട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് കൺട്രോൾ നിയർ ബൈ ഡിവൈസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ഈ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 2 ഡിവൈസുകളും iOS 16 റൺ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ എൻ്റെ iPhone 12 mini ആണ് ഈ ഒരു പേരിൽ ഇവിടെ കാണിക്കുന്നത്, മിലൻസ് ഐഫോൺ എന്ന് പറഞ്ഞാൽ. അതിൽ ടാപ്പ് ചെയ്യുമ്പം നമ്മൾക്ക് ഇവിടെ കാണാം നമ്മൾ ഐഫോൺ കണക്റ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. അതായത് നമുക്ക് ഇനി മുതൽ നമ്മളുടെ മെയിൻ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പം ഇവിടെ ആപ്പ് സ്വിച്ചറിലേക്ക് പോകണം. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അപ്പുറത്തെ ഡിവൈസിൽ ആപ്പ് സ്വിച്ചർ എനേബിൾ ആവും. ഇനി അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്റർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെയും ക്ലിക്ക് ചെയ്യുന്നില്ല, കൈ വെറുതെ വെച്ചേക്കുവാണ്. നോട്ടിഫിക്കേഷൻ സെൻറ്റർ എനിക്ക് ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ കൺട്രോൾ സെൻറ്റർ എനിക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ടാപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് ഈ ഒരു 3 ഡോട്ടിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മറ്റ് ചില ഫീച്ചേഴ്സ്, അഡീഷണൽ ഫീച്ചേഴ്സ് കാണാം. അവിടെ ഈ വോളിയം ക്രാങ്ക് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വോളിയം കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വോളിയം HUD അത് കൂടുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വോളിയം HUD കുറയുന്നതും, ഇനിയിപ്പം നമ്മൾ പാട്ട് എന്തെങ്കിലും പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാനും ഇതുപോലെ എല്ലാ പരിപാടിയും, ഈവൻ സിറീനെ വരെ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും ജസ്റ്റ് നമ്മളുടെ മെയിൻ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട്. ഇങ്ങനെ നമ്മുടെ നിയർ ബൈ ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്, നിങ്ങൾ iOS 16 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു ഫീച്ചറാണ് നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൻ്റെ ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം കീബോർഡ് ഫീഡ്ബാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. നേരത്തെ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ iOS 16 നമുക്ക് ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തു. അതായത് നിങ്ങൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കീബോർഡ് ഇവിടെ മാത്രമല്ല സിസ്റ്റം വൈഡ് നമ്മൾ എവിടെ കീബോർഡ് ടൈപ്പ് ചെയ്താലും നമ്മുടെ ആ ഒരു ഹാപ്റ്റിക് എഞ്ചിൻ അല്ലെങ്കിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീഡ്ബാക്ക് നമുക്കിങ്ങനെ പതുക്കെ ഒരു ചെറിയ സ്ലൈറ്റ് വൈബ്രേഷൻ നമ്മുടെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് iOS 16 നമ്മൾ ഇനിയിപ്പം റിലീസായതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബൂട്ട് ലൂപ്പിലോ അല്ലെങ്കിൽ സ്റ്റക്ക് ആവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇഷ്യൂ ഉള്ള ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം 2 മെത്തേഡ്സ് ഇവിടെ കാണിക്കുന്നതാണ്. അതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് റിപ്പയറും ഡീപ്പ് റിപ്പയർ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ വരുമ്പം ലൂപ്പിൽ സ്റ്റക്ക് ആവുമോ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പം നമുക്ക് നമ്മുടെ ഡിവൈസിലെ ഡേറ്റ ഒന്നും പോകാതെ തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഡീപ്പ് റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ സകലതും പോകുന്നതായിരിക്കും റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സ്റ്റാൻഡേർഡ് റിപ്പയർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഡിവൈസ് കാണാം. അതോടൊപ്പം തന്നെ ഫേംവെയർ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫേംവെയർ. ഓപ്പൺ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് റിപ്പയർ എന്നുള്ള ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ കാണാം നമ്മുടെ റിപ്പയർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഫിക്സ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് ടെനോഷൻ്റെ iBoot എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗോ ചെക്ക് ഔട്ട്. iOS 16 പിന്നീട് വന്ന ഒരു അടിപൊളി ഫീച്ചറാണ് നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഐഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇതുവരെ അറിയാം നമ്മുടെ ഫോണുകളെല്ലാം അൺലോക്ക് ചെയ്യുന്നത് FaceID എനേബിൾഡ് ആയിട്ടുള്ള ഫോണുകളെല്ലാം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് നേരെ പിടിച്ചിട്ട് വേണം അൺലോക്ക് ചെയ്യാൻ. എസ്പെഷ്യലി നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിപ്പം സിനിമ വല്ലതും കാണുവാണ്, നമ്മൾ ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ പിടിച്ചേക്കുവാണ്, ആ സമയത്ത് സിനിമ വല്ലതും കാണുവാണ്, ആ സമയത്ത് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം വന്ന് നമ്മുടെ FaceID ആക്സസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ പിന്നെയും നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് വേണം അൺലോക്ക് ചെയ്യാൻ.
പക്ഷേ ഇനി മുതൽ iPhone 13 ലൈനപ്പിൽ iPhone 13, 13 mini, 13 Pro, 13 Pro Max ഇതിൻ്റെ ട്രൂ ഡെപ്ത് സെൻസർ അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറ അറേ എന്നൊക്കെ പറയുന്നത് പുതുതാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറുതായിട്ടുള്ള ഫേസ് ഐ ഡി. ഈ ഒരു ഫേസ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും നമുക്ക് ഇനി ലാൻഡ്സ്കേപ്പിൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഫോൺ ലാൻഡ്സ്കേപ്പിലാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്കിപ്പം അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുവരെ നമുക്കില്ലാഞ്ഞ ഒരു ഫീച്ചറാണ്. പക്ഷേ ഇതൊള്ളി iPhone 13 ലൈനപ്പിൽ മാത്രമേ ഉള്ളൂ. iPhone 12 അല്ലെങ്കിൽ iPhone 13 താഴേക്കുള്ള ഒരു മോഡലിലും ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഇല്ല. ലാൻഡ്സ്കേപ്പ് മോഡിൽ ഫേസ് ഐ ഡി അൺലോക്ക് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റി ഇല്ല. ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും, നമ്മളുടെ ബാറ്ററി പെർസെൻറ്റേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഈ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് ടച്ച് ഐ ഡി എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകൾ മാത്രമുള്ളായിരുന്നു. അതായത് നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പം എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ബാറ്ററിയുടെ ഓപ്ഷനിൽ ബാറ്ററിയുടെ ഓപ്ഷനിൽ പോവുക. അതിൻ്റെ ഏറ്റവും ടോപ്പിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബാറ്ററി പെർസെൻറ്റേജ് ആണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ബാറ്ററി പെർസെൻറ്റേജ് ആ ഒരു ബാറ്ററിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് മെസ്സേജസിൽ വന്ന മറ്റൊരു ഫീച്ചറാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു മെസ്സേജസിൽ സാധാ മെസ്സേജിലല്ല, കുറേ ആൾക്കാർ ചോദിച്ചു വരികയാണ് എനിക്ക് സാധാ മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നില്ലല്ലോ എന്നുള്ളത്. നോർമലായിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ SMS മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഐ മെസ്സേജ് മാത്രമേ ഉള്ളൂ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്കിപ്പോൾ യൂണിറ്റ് കൺവേർഷൻ നമുക്കിപ്പോൾ സാധ്യമാണ്. അതായത് നിങ്ങളിവിടെ കാണുന്ന പോലെ 43 ഡിഗ്രി സെൽഷ്യസ് അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം സെൽഷ്യസിലും കെൽവിനിലും നമുക്ക് അവിടെ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഇപ്പം $699 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇന്ത്യൻ റുപ്പീസ് ആണെന്നുള്ള കൃത്യം അവിടെ കാണാൻ സാധിക്കും. ഇത് തന്നെ നമ്മളുടെ iPhone 13 Proയിൽ ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു 43 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫാരൻഹൈറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. സെൽഷ്യസും കെൽവിനും മാത്രമല്ല ഫാരൻഹൈറ്റ്. അതോടൊപ്പം തന്നെ ചില യൂസേഴ്സിന് ഈ പറഞ്ഞ കറൻസിയുടെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ $US കാണിക്കുന്നത്. ഇവിടെ കാണുന്ന പോലെ എൻ്റെ 13 Proയിൽ കാണുന്ന പോലെ $US കാണുന്നത്. ഇത് ഇന്ത്യൻ റുപ്പീസിൽ കാണിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് മിക്കവാറും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സ് ജനറൽസിൽ നമ്മളെ ഈ ഒരു ലാംഗ്വേജ് ആൻഡ് റീജിയൻ ആ ഒരു ഓപ്ഷനിൽ പോയി കഴിയുമ്പം നിങ്ങളുടെ റീജിയൻ, അതായത് എൻ്റെ ഇവിടെ കാണാം 13 Proയിൽ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഇട്ടേക്കുന്നത്. റീജിയൻ ഇവിടെ iPhone 12 miniയിൽ ഇന്ത്യയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ റീജിയൻ ഇന്ത്യ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റുപ്പീസിൽ കാണാൻ സാധിക്കത്തില്ല. ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു കോൺടാക്ട്സിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സ് വ്യൂ ചെയ്യാനും അത് മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ആളുകളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ വന്നില്ല അല്ലെങ്കിൽ അത് കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അറിയാതെ ചിലവർ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നും ചോദിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മളിനി കോൺടാക്ട്സിൻ്റെ സെറ്റിങ്സിൽ പോയാലും ഒന്നും കാണാൻ സാധിക്കില്ല. ജസ്റ്റ് നമ്മൾ ഈ സൈഡിലുള്ള സൈഡ് ബാറിൽ ഏറ്റവും താഴത്തേക്ക് നമ്മുടെ കോൺടാക്ട്സിൻ്റെ ഏറ്റവും താഴത്തേക്ക് പോവുക. താഴെ പോകുമ്പോൾ നമുക്കിവിടെ കാണാം 8 ഡ്യൂപ്ലിക്കേറ്റ്സ് ഫൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. അത് മെർജ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. അപ്പം അതൊരു ഹാൻഡി ട്രിക്കായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. നമ്മൾ മെസ്സേജസിൽ ടെമ്പറേച്ചറും കറൻസിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപോലെ തന്നെ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ ക്യാമറ ആപ്പിൽ ലൈവായിട്ട് നമുക്ക് ട്രാൻസ്ലേഷനും അതോടൊപ്പം തന്നെ നമ്മളുടെ കറൻസിയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ആപ്പിളിൻ്റെ ഫ്രഞ്ച് വെബ്സൈറ്റാണ് ഞാൻ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം ആ ഒരു ലൈവ് ടെക്സ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഒരു ലൈവ് ടെക്സ്റ്റ് എന്താണെന്ന് കാണാൻ സാധിക്കും. ഇനി ട്രാൻസ്ലേറ്റ് ഇവിടെ സൈഡിൽ നമുക്ക് ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ട്രാൻസ്ലേറ്റിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്താണ് ആ ഒരു വാക്കുകൾ സൂചിപ്പിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആകുന്ന കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ് നമുക്ക് ഇതുപോലെ ഫോട്ടോസിനെ സ്റ്റിക്കർ രൂപത്തിൽ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിങ്ങനെ സ്റ്റിക്കറാക്കി എടുക്കാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ യൂസേഴ്സ് പറഞ്ഞൊരു കാര്യമാണ്, അതായത് അവരുടെ iPhone 10ലും 8ലും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ iPhone 10s മുതലുള്ള ഡിവൈസുകളിലേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് ലഭ്യമാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ iPhone 10sന് താഴെയുള്ള iPhone 10ലും 8ലും 8 Plusലും ഒന്നും നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭ്യമല്ല. പിന്നീട് ഇതിൽ വന്ന വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സിറിയുടെ കാര്യത്തിലാണ്. സിറി ഇതുവരെ നമുക്കറിയാം സിറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജുകൾ ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ സെൻഡ് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ വൺസ് നമ്മൾ സെൻറ്റൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ പിന്നെയും നമ്മളോട് സിറി ചോദിക്കുമായിരുന്നു നമുക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ഇനി മുതൽ ആ ഒരു ബുദ്ധിമുട്ടോ തടസ്സമോ ഇല്ല. കാരണം സെറ്റിങ്സിൽ നമ്മൾ പോവുക സിറി ആൻഡ് സെർച്ച് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ഓട്ടോമാറ്റിക്കലി സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആപ്പിൾ ആഡ് ചെയ്തു. അതായത് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിറിയോട് പറഞ്ഞ് സെൻഡ് ചെയ്യുന്ന എല്ലാ മെസ്സേജസും രണ്ടാമത് ഒരു റീകൺഫർമേഷൻ്റെ ആവശ്യമില്ലാതെ ഈ ഒരു 5 സെക്കൻഡിനുള്ളിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സിറീനെ ഇൻവോക്ക് ചെയ്തിട്ട് സിറി സെൻഡ് എ മെസ്സേജ് ടു മിലൻ, ഹേ ബഡി ഹൗ ആർ യു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. സെൻഡിൻ്റെ അവിടെ ഒരു ലോഡിങ് അവിടെ നടക്കുന്ന കാണാം. ആ ലോഡിങ് 5 സെക്കൻഡ് ലോഡിംഗ് ആണ്. ആ ഒരു ലോഡിങ്ങിൻ്റെ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലലി സെൻഡ് ചെയ്തോളും. നമ്മളോട് പിന്നീട് ഒരിക്കലും ചോദിക്കത്തില്ല, റീകൺഫർമേഷന് വേണ്ടി ചോദിക്കത്തില്ല. iOS 16 കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് സംഭവിച്ച മറ്റൊരു ഏരിയ ആണ് നമ്മളുടെ വെതർ ആപ്പ്.
വെതർ ആപ്പിൽ ഇപ്പോൾ റിയാദിൻ്റെ വെതറാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഇപ്പോൾ കാര്യമായിട്ട് നമുക്ക് ലഭിക്കും. ഇവിടെ നമ്മുടെ വെതർ ഫോർകാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ താഴത്തേക്ക് പോകുമ്പോൾ UV ഇൻഡെക്സ്, സൺസെറ്റ്, പ്രസിപ്പിറ്റേഷൻ, വിൻഡ്, ഈവൻ പ്രഷറിൻ്റെ ഡീറ്റെയിൽസ് വരെ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാൻ സാധിക്കും. അതായത് ഇവിടെ നമുക്കറിയാം പ്രഷർ കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പം എത്രയാണ് വരാൻ പോകുന്ന പ്രഷർ എന്നുള്ളത് നമുക്കിവിടെ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിവിടെ ഇൻഫർമേഷൻസ് ഇവിടെ ലഭിക്കും. പ്രഷറിന് മാത്രമല്ല, ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോകുമ്പോഴുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം. കുറഞ്ഞ് പതുക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് റിയാദിൽ. അതേപോലെ തന്നെ നമുക്കിവിടെ ഹ്യൂമിഡിറ്റി, വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ, അങ്ങനെ ഫുൾ റേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ നമുക്കിപ്പോൾ നമ്മളുടെ വെതർ ആപ്പിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഇപ്പം ലഭിക്കുന്നതാണ്. അപ്പോൾ അത് താങ്ക്സ് ടു ആപ്പിൾ. പിന്നീട് ഹോം സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചെറിയൊരു ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഹോം സ്ക്രീനിൽ താഴെയായിട്ട് നമുക്ക് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് നമ്മുടെ സ്പോട്ട്ലൈറ്റ് സെർച്ചിനെ ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. നേരത്തെ സ്പോട്ട്ലൈറ്റ് സെർച്ച് ഇപ്പോഴും നമുക്ക് ജസ്റ്റ് താഴത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ സ്പോട്ട്ലൈറ്റ് സെർച്ചിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സെർച്ചിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ താഴെ കൊണ്ടുവന്നു. ഇത് നേരത്തെ നമുക്കറിയാം ഡോട്ടുകളായിരുന്നു, എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിപ്പോഴും വർക്കാവും. അതായത് ജസ്റ്റ് ഇതിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഈ ഒരു സെർച്ചിൻ്റെ ഓപ്ഷനിൽ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേജസ് ഉണ്ടോ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ സെർച്ച് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നമ്മളുടെ ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകും. ഹോം സ്ക്രീനിൽ പോയിട്ട് ഷോ ഓൺ ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ആ ഡോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഫൈനലി നമുക്ക് മെയിൽ ആപ്പ്, നിങ്ങൾ ആപ്പിളിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള മെയിൽ ആപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം സെറ്റിങ്സിൽ പോയിട്ട് മെയിലിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ അൺഡു സെൻഡ് ഡിലേ എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പം സെൻഡ് ചെയ്തു, നമ്മളിപ്പോൾ ഒരു മെയിൽ ടൈപ്പ് ചെയ്തു, സെൻഡ് ചെയ്തു, പക്ഷേ അത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് അപ്പം നിങ്ങൾ കണ്ടുപിടിച്ചു, അപ്പം നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ട, പിന്നീട് എപ്പോഴും സെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിപ്പം നമ്മൾ സെൻഡ് ചെയ്ത മെയിലിനെ നമുക്കിപ്പം ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സെൻഡിങ്ങിനെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മളൊരു മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡ്സ് ടൈം ഉണ്ട് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അൺഡു ചെയ്യാൻ. ആ ഒരു ഓപ്ഷനാണ് ആപ്പിൾ ഇതിൽ പുതിയതായിട്ട് കൊണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് iOS 6ൻ്റെ വീണ്ടും ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് ഷെയർ ചെയ്യാൻ വീണ്ടും ഫീച്ചേഴ്സ് ഉണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ Milan. Catch you guys next video. Till then, peace.